ഹലോ എവരിവൺ. 1000 രൂപയിൽ തുടങ്ങി ഏകദേശം 1,50,000 രൂപ വരെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് ലോൺ ലഭിക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ നിങ്ങൾ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ ഒരു ആപ്ലിക്കേഷൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഏകദേശം 2,000 രൂപ മുതൽ 1,50,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് RBI രജിസ്റ്റേർഡ് NBFC ആണ്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. RBIയുടെ കീഴിൽ വരുന്ന ഒരു NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 90 ദിവസം മുതൽ 360 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ ലഭിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടായിരിക്കണം. കൂടാതെ 20 വയസ്സിന് മുകളിലുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ മാസം ഒരു 25,000 രൂപ സാലറി ഉള്ള വ്യക്തി ആകണമെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ചില കേസസിൽ മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇനി ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാൻ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, പിന്നെ നിങ്ങളുടെ ഒരു സെൽഫി ആ ഒരു ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുകൂടാതെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ ലഭിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് റുപ്പി റെഡി എന്നാണ്. RBI അപ്രൂവ്ഡ് NBFC ആണ്. സോ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ പിന്നെയും കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാമറ, ഡാറ്റ, അതുപോലെയൊക്കെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ ആപ്ലിക്കേഷനിലും ഉള്ളത് തന്നെയാണ്. സോ ആ ഒരു ടിക്കിൽ അവിടെ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷവും കുറേ പെർമിഷൻസ് കാര്യങ്ങൾ ചോദിക്കും. ഈ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ്, ഒരു OTP, ഒരു നമ്പർ, ഒരു 6 അക്ക നമ്പർ വരുന്നതായിരിക്കും. സോ ആ ഒരു നമ്പർ അതിൽ എൻ്റർ ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സിൽ ടിക്കിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന താഴത്തെ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവുന്നതായിരിക്കും. സോ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഗെറ്റ് ലൈൻ ഓഫ് ക്രെഡിറ്റ് അപ് ടു 25,000 രൂപ എന്ന് പറയും. ക്രെഡിറ്റ് ലൈൻ ആയിട്ടൊക്കെ ആണെങ്കിൽ 25,000 രൂപ വരെയൊക്കെയാണ് നമുക്ക് കിട്ടുക. സോ ഗെറ്റ് ഫസ്റ്റ് ലോൺ എന്ന് പറയുന്ന ആ ഒരു താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെന്നുള്ള ഏകദേശം ഒരു 1,49,000 വരെയാണ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് ലൈനായിട്ട് നോക്കുമ്പോൾ 25,000 രൂപ വരെയാണ്. സോ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണ് ലോണ് വേണ്ടതെന്നൊക്കെ ജസ്റ്റ് അവിടെ ആ ഒരു സ്ക്രോൾ ഡൗണിൽ അവിടെ ഒന്ന് സ്ക്രോളൊക്കെ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്നും ചെയ്യാനൊന്നുമില്ല. അതിനുശേഷം താഴെ കാണുന്ന അപ്ലൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഭാഗം വരും, ഒരു ഫോം പോലത്തെ. സോ ആ ഫസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ലോൺ പർപ്പസ്, എന്തിനാണ് ലോൺ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാം. ഷോപ്പിംഗിനോ, റെൻറ്റ് പേയ്മെൻറ്റിനോ, എഡ്യൂക്കേഷനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം. ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നതൊന്നുമില്ല. നിങ്ങൾക്ക് അത് ജസ്റ്റ് അവർ ചോദിക്കുന്നതേ ഉള്ളൂ. സോ ഞാനിവിടെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് തൽക്കാലം ഒന്ന് കൊടുക്കുകയാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തായി ചെയ്യേണ്ടത് എന്താ കഴിഞ്ഞാൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അടുത്തതായിട്ട് നിങ്ങളുടെ മന്ത്ലി ഇൻഡിവിജ്വൽ ഇൻകം, അതുപോലെ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറീഡ്, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ്, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ്, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതുവഴി നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് മന്ത്ലി ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ സാലറി എന്ന് കൊടുക്കുക. അതല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബിസിനസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏത് മേഖലയിലാണ്, IT ആണെങ്കിൽ IT, അതല്ല വല്ല ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ജോലിയൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ ഒരു റെഫറൻസ് നമ്പർ കൊടുക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിപ്ലോമ, ഡിഗ്രി അത് കൊടുക്കുക. അതിനുശേഷം റെഫറൻസ് നമ്പറും കൊടുക്കുക, റെഫറൻസ് ആരുടെ നെയിമും കൊടുക്കുക. ഓക്കെ,
അതിനുശേഷം ആ ഒരു ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. സോ അവിടെ നമ്മുടെ നെയിം, ജെൻഡർ, പാൻ കാർഡ് കാര്യങ്ങളൊക്കെ വരും. ആ ഒരു സാധനമൊക്കെ കണ്ടിട്ട് കൺഫേം ആയിട്ട് അത് കൺഫേം ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ അടുത്തത് നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ക്യാപ്ച, ആ ഒരു ലെറ്റേഴ്സ് താഴെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഒ ടി പി കൂടെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ആ ഒ ടി പിയും എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം താഴെയുള്ള ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കുക. സോ അടുത്ത നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണോ ഈ ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആകേണ്ടത് ആ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ എനിക്കിവിടെ 12,000 രൂപയുടെ ഒരു ലിമിറ്റ് അപ്രൂവൽ ആയിട്ടുണ്ട്. ഏകദേശം 2 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് എനിക്ക് ഈ ഒരു 12,000 രൂപ അപ്രൂവൽ ആയിട്ടുള്ളത്. ഏകദേശം 10,800 രൂപ എനിക്ക് കിട്ടും. തിരിച്ചടക്കേണ്ടത് 15,913 രൂപയാണ് 2 മാസത്തേക്ക്. സോ ഇതെനിക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. സോ അടുത്തായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോണിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ 12,000 രൂപയാണ് എനിക്കിവിടെ അപ്രൂവൽ ആയിട്ടുള്ളത്. 2 മാസത്തേക്കാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും എത്രയാണ് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് എന്നുള്ളത് ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ്. സോ അത് മനസ്സിലാക്കിയതിന് ശേഷം താഴെയുള്ളൊരു ബോക്സ് ഉണ്ടാവും. ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് പിന്നെയും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നില്ല, കാരണം എനിക്കൊരു ലോണിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. അതിനുശേഷം അവിടെ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഏകദേശം ഡിസ്ബേഴ്സ്മെൻ്റ് ആവുന്നത് 12,000 രൂപയാണ്. പ്രോസസ്സിംഗ് ഫീ 1,200 രൂപ വരും. ഡിസ്ബേഴ്സ് ആയിട്ട് കൈ കിട്ടുന്നത് 10,800 രൂപയാണ്. പിന്നെ ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് 62 ദിവസമാണ്. പിന്നെ 36% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ആ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC ലോൺ ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്